ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ, ഏലീഷ പ്രവാചക ഗണത്തിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ പ്രവാചക ഗണം ഇപ്രകാരം അവനോട് പറഞ്ഞു: അങ്ങയുടെ സംരക്ഷണയിൽ താമസിക്കുന്ന ഈ സ്ഥലം വളരെ പരിമിതമാണ്. അങ്ങയുടെ സംരക്ഷണയിൽ താമസിക്കുന്ന ഞങ്ങൾ പാർക്കുന്ന ഈ സ്ഥലം വളരെ പരിമിതമാണ്. നമുക്ക് ജോർദാനിൽ പോയി ഓരോ മരം വെട്ടി ഒരു പാർപ്പിടം നമ്മൾക്കുണ്ടാക്കാം. എലീഷ അത് സമ്മതിച്ചു. പ്രവാചക ഗണത്തിൽപ്പെട്ട ഒരുവൻ പറഞ്ഞു: അങ്ങും കൂടി ഞങ്ങളുടെ കൂടെ വരണം. എലീഷ സമ്മതിച്ചു. അവർ അങ്ങനെ ജോർദാൻ്റെ അടുത്ത് ചെന്ന് മരം വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാളുടെ കോടാലി ഊരി നദിയിൽ പോയി. അവൻ നിലവിളിച്ചു. കാരണം അവനെ കോടാലി വായ്പ വാങ്ങിയതാണ്, അതവൻ്റെ സ്വന്തമല്ല. അവൻ നിലവിളിച്ചു: എൻ്റെ കോടാലി ജോർദാനിൽ പോയി. അപ്പോൾ എലീഷ ചോദിച്ചു: എവിടെയാണ് പോയത്? അവൻ സ്ഥലം കാണിച്ചു കൊടുത്തു. എലീഷ ഒരു കമ്പെടുത്ത് കാണിച്ചു കൊടുത്ത സ്ഥലത്തേക്ക് എറിഞ്ഞു. അപ്പോൾ കോടാലി പൊങ്ങി വന്നു. അത് എടുത്തുകൊള്ളുവാൻ പറഞ്ഞു. അത് പ്രവാചകനിൽപ്പെട്ട ഒരുവൻ അത് എടുത്തു. സ്നേഹമുള്ളവരെ, അസാധ്യമെന്ന് തോന്നുന്ന പല കാര്യങ്ങളുമാണ് ദൈവത്തിൻ്റെ പ്രവാചകനിലൂടെ ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ബുദ്ധിക്ക് അതീതമായ ചില കാര്യങ്ങൾ സംഭവിക്കുക. ദൈവസന്നിധിയിൽ പ്രത്യാശ നയിച്ചവരെ പോലെ ആകാതെ പ്രത്യാശയോടുകൂടി അവിടുത്തോടുകൂടി ആയിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമുക്ക് അസാധ്യമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും ദൈവത്തിന് സാധ്യമാണ്. ദൈവമേ, അങ്ങ് ഇടപെട്ട് ഞങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ നീക്കി ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം അന്നു നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് കുട്ടികളെ പഠിപ്പിക്കുവാൻ സാമ്പത്തികമായി വേദനിക്കുന്ന അനേകം മക്കളുണ്ട്. മക്കളുടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. എഞ്ചിനീയറിങ്ങിന് പഠിച്ചു, പക്ഷേ ഉള്ള സ്ഥലവും വീടും വിറ്റ് മൂത്തമ്മയുടെ വിവാഹം നടത്തി ഇളയ 2 മക്കളുടെയും വിദ്യാഭ്യാസം നടത്തുവാൻ സാധിച്ചില്ല. ഒരാൾ എഞ്ചിനീയറിങ് ഫൈനൽ ഇയർ ആയിരുന്നു, മറ്റൊരു മകൾ MSc ഫിസിക്സ് ആയിരുന്നു. അവർ വളരെയേറെ വേദനിക്കുന്നു. ദൈവമേ, തുടർന്ന് പഠിക്കുവാൻ ആ കുട്ടികൾക്ക് സാമ്പത്തികമായ മേഖലകൾ നീ തുറന്നു കൊടുക്കണമേ. നല്ല മനുഷ്യരിലൂടെ അവർക്ക് സാമ്പത്തികമായ സഹായം എത്തിക്കുവാൻ നാഥ നീ ഇടവരുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അമ്മയെ ആശ്രയ മാതാവേ, മക്കൾക്ക് വേണ്ടി പ്രത്യേകമായ മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.